ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. പിന്നെ ഞങ്ങൾ പറയാൻ പോകുന്നത് ഗൈസ്, ഞങ്ങൾ ഇന്നൊരു ബിസിനസ് മാനാകാൻ പോവാണ്. എന്ത് ബിസിനസ്സാന്ന് വെച്ചാൽ ഗൈസ്, ഒരു കാർ വാഷ് മാനാണ്. അതിൻ്റെ മുമ്പൊക്കെ ഞങ്ങൾ വെറുതെ അല്ലാന്ന് തിരിഞ്ഞ് നടക്കുമായിരുന്നു. ഇപ്പോൾ എന്തായാലും ഒരു പണി കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഈ പണി ഇനി വിടൂല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഗൈസ്, ഞങ്ങളെ പണിയെടുക്കാം ഗൈസ്. ഒരു സ്കൂൾ ബസ്സാണ് ഇപ്പോൾ ഇത് ഗൈസ്. മൊത്തം കോൾഡ് സ്റ്റാർട്ട് ചെയ്യാൻ വെച്ച വണ്ടിയാണ്. അപ്പോൾ ഗൈസ്, ഇതൊക്കെ എൻ്റെ അടുത്ത് തരില്ല ആൾക്കാർ മൊത്തം ഗൈസ്. ഞങ്ങൾക്ക് ഈ റിപ്പയറി പണിയൊക്കെ അറിയുള്ളൂ ഗൈസ്. ഈ സിറ്റിയിൽ ഞങ്ങൾക്ക് മാത്രം മെക്കാനിക്കെല്ലാം അറിയുള്ളൂ ഗൈസ്. അതിനെക്കൊണ്ട് എൻ്റെ അടുത്ത് മാത്രമാണ് എല്ലാവരും വരല്. അപ്പോൾ ഗൈസ്, അടുത്ത പണി ഇതെടുത്തിട്ട് മാറ്റണം ഗൈസ്. അപ്പം ലോഡിങ് കണ്ട് ഓരോന്നെടുത്ത് മാറ്റിയിട്ട് ഞങ്ങൾക്ക് ഫുള്ളും വണ്ടി പുതിയ വണ്ടിയാക്കി മാറ്റാം ഗൈസ്. ഓക്കെ ഗൈസ്, പകുതി പണി എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. ഇന്നാണ് വാഷിംഗ് പണി. ഓക്കെ ഗൈസ്, ഇനി ഞങ്ങൾക്ക് അടുത്ത പണിക്ക് പോകാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പം ഞങ്ങൾക്ക് മൊത്തം ക്ലീൻ ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് പെയിൻറ്റ് അടിച്ചെടുക്കാം ഗൈസ്. നല്ല നീറ്റിൽ പെയിൻറ്റൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇനി അടുത്ത പണിക്ക് പോവാം. അടുത്ത പണി എന്താണെന്നൊന്നും മനസ്സിലാകുന്നില്ല ഗൈസ്. അടുത്ത പണി ടയർ മാറ്റലാണ്. ഒലക്കത്തൊരു ടയറുണ്ട് അതിൽ. ഈ ടയറൊക്കെ മാറ്റിയിട്ട് വേണം ഗൈസ് കുറച്ച് പൈസ ഉണ്ടാക്കാൻ ഗൈസ്. ഞാൻ ഓവർ പൈസ എടുക്കും ഗൈസ്. അപ്പോൾ ഗൈസ്, ഞങ്ങൾക്ക് അടുത്ത ഇതൊക്കെ ഓക്കെ ഗൈസ്, ഞങ്ങൾക്ക് ടയർ മാറ്റാം ഗൈസ്. ഗൈസ്, ഇനി ഓരോന്നായിട്ട് ഞങ്ങൾക്ക് പണിയെടുക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, പണിയൊക്കെ തീർന്നിട്ടുണ്ട്. ഇനി സ്റ്റെപ്പിനെ എടുത്ത് മാറ്റാം ഗൈസ്. ഗൈസ്, ഇത് അപ്പം ഞങ്ങൾ വാഷാക്കുന്നുണ്ട് ഗൈസ്. വാഷാക്കിയിട്ടില്ലെങ്കിൽ അതെന്തെങ്കിലും ആവാനുള്ള ഡാമേജ് ജാസ്തി ആകാനുള്ള സാധ്യത ഉണ്ട്. ടയറൊക്കെ മാറ്റി കുട്ടപ്പനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഇനി ഞങ്ങൾക്കുള്ള പണി എന്താണെന്ന് വെച്ചാൽ ഗൈസ്, ചില്ലൊക്കെ ഇളക്കുക എന്നുള്ളതാണ്. പിന്നെ ഇതൊക്കെ ശരിയാക്കുക. ഇത് ബോണറ്റൊക്കെ ഫുള്ള് ഇതായിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഞങ്ങൾക്ക് ഇതൊക്കെ ഊരിക്കളയണം. ഓരോന്നായിട്ട് ഞങ്ങൾക്ക് ഊരാം ഗൈസ്. ഓക്കെ ഗൈസ്, ബമ്പർ ഇല്ലാത്ത വണ്ടി അല്ല ഗൈസ്. ബമ്പർ പുതിയത് ഞങ്ങൾ ഏതായാലും മാറ്റിയിട്ടുണ്ട്. പുതിയ ഹെഡ്ലൈറ്റൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഗൈസ്, ഗ്ലാസ്സൊക്കെ ഒന്ന് മാറ്റണം ഗൈസ്. ഉള്ളത്തെ സീറ്റൊന്നും അത്ര കൊണമില്ല ഗൈസ്. ഉള്ളത് സീറ്റൊക്കെ മാറ്റണം ഫുള്ള് ഗൈസ്. ഈ 2 സീറ്റ് മാത്രം ഉണ്ട് ഗൈസ് ക്ലീനായിട്ട്. ഉള്ളിലേക്ക് പോയാൽ മനസ്സിലാവും ഗൈസ് അതിൻ്റെ ഉള്ളിലത്തെ ഗതി. ഇത് ആരെ ബസ്സാണെന്നൊന്നും നമുക്കറിയില്ല ഗൈസ്. ഞാൻ റോഡ് സൈഡിൽ നിന്ന് എടുത്തിട്ട് വന്ന സാധനമാണിത്. വെറുതെ എടുത്തിട്ട് വന്നതാണ്. ഓക്കെ ഗൈസ്, ഞങ്ങൾ ഇതൊക്കെ ശരിയായിട്ടുണ്ട്. മൊത്തം വണ്ടി ഞങ്ങൾ ക്ലീൻ ആക്കാൻ പോവാണ് ഗൈസ്. ഓണർ പറഞ്ഞിരിക്കുന്നത് പൈസൻ്റെ സാധനമൊന്നും ഇടണ്ടെന്ന് ഗൈസ്. ഓണർ ശരിക്കും പറഞ്ഞാൽ ഞാൻ തന്നെയാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, ഞങ്ങൾക്ക് പൈസയുള്ള സാധനമൊന്നും ഇടണ്ട ഗൈസ്. പൈസയുള്ള സാധനം ഇട്ടാൽ പിന്നെ വേറൊർക്ക് ഇടാൻ. ഇതൊരു ബിസിനസ്സാണ് ആക്ച്വലി. പക്ഷെ ഞാൻ എൻ്റെ വണ്ടിയായിട്ട് വേറെ വണ്ടിയില്ല. അതിനെക്കൊണ്ട് സ്കൂൾ ബസ് കിട്ടിയത് എടുത്തിട്ട് വന്നതാണ് ഗൈസ്. ഇതാണ് ഇന്നൊരു ബിസിനസ് ഗൈസ്. ഇന്നൊരു ബിസിനസ് സ്കൂൾ ബസ്സാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ 2 ബിസിനസ് ഉണ്ട്. ഒന്ന് സ്കൂൾ ബസ്സും പിന്നെ കാർ വാഷും ഗൈസ്. ഇനിയിപ്പോൾ ഉള്ളൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. ഉള്ളു ക്ലീൻ ആക്കല്ല ഗൈസ്,
പെയിൻ്റൊക്കെ ഒന്ന് മാറ്റണം ഗൈസ്, ഇല്ലെങ്കിൽ ഇത് സ്കൂൾ ബസ്സാന്ന് വിചാരിക്കും. ഞാൻ വിചാരിച്ചത് ഇപ്പം ഞാൻ പറഞ്ഞിട്ടൊരു സ്കൂൾ ബസ്സാക്കുമെന്ന്, പക്ഷെ സ്കൂൾ ബസ്സാക്കി അത്ര നീറ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഗൈസ് ഞങ്ങൾക്ക് പ്രൈവറ്റ് ബസ്സാക്കാൻ ഞങ്ങൾ പ്രൈവറ്റ് ബസ്സാക്കിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇങ്ങനെയൊക്കെ ആക്കി വെച്ചാൽ മാത്രം ഗൈസ് ആൾക്കാരൊക്കെ വണ്ടിയിൽ കയറുള്ളൂ. ഇപ്പം നല്ല രസമുണ്ട് ഗൈസ് കാണാനൊക്കെ. ഓക്കെ ഗൈസ്, അപ്പം ഞങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.